ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരീരമാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്നെ കൊല്ലാനാണോ? ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പറയുന്ന രാജിക്കപ്പുറവുമുള്ള കോൺഗ്രസിൻ്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇൻറ്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, നേരെ മറിച്ച് അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടും കൂടിയുള്ളതാണ്. ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. ഞാൻ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക. അപ്പൊ ശരിക്കും അവർ ആരുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തേണ്ടത്? അവർ ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച് നടത്തേണ്ടത്. ഇപ്പൊ കോഴിയും കൊണ്ട് ഒരു പ്രകടനം നടത്തും. നല്ല തമാശയാണ്. പക്ഷെ കോഴി ഫാം നടത്തുന്ന ആളുണ്ട്, അങ്ങോട്ടല്ല പ്രകടനം നടത്തേണ്ടത്. CPM നേതാക്കൾ കോഴി ഫാം നടത്തുവാണ്. ആറ്റിറ്റ്യൂഡാണ്. ആരെപ്പറ്റി ആർക്കും പറയാം. അധികാരമാണ് അയാളുടെ പവർ. വിചാരിച്ചാൽ കൊന്നുകളയാൻ സെക്കൻഡുകൾ മതിയെന്ന് പറയുന്നത് എന്തു ബലത്തിലാണ്? അധികാരത്തിന്റെ ബലം. അയാൾ ഇപ്പോഴും അധികാരത്തിലാണ്. പാർട്ടി ധാർമ്മികതയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും ജനപ്രതിനിധിയുടെ ധാർമ്മികത പരണത്ത് വെച്ചിരിക്കുകയാണ്. ഹൂ കെയേഴ്സ് എന്ന അയാളുടെ ധാർഷ്ട്യം ഈ പൊതുസമൂഹത്തോടാണ്, ഭരിക്കുന്ന സർക്കാരിനോടാണ്. രാജിയില്ല എന്ന് വെല്ലുവിളിക്കാൻ തീരുമാനിച്ച വാർത്താസമ്മേളനം പാർട്ടി ഇടപെട്ട് റദ്ദാക്കിച്ചു. രാഹുൽ രാജിവെക്കണം എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഉറച്ച നിലപാടെന്നും കേൾക്കുന്നു. അതായത് ദിവസങ്ങൾക്ക് ശേഷം മൗനം വെടിഞ്ഞ ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ എന്നർത്ഥം. അടുത്ത മാസം 15-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിന് മുൻപേ രാഹുലിന്റെ രാജിപ്രഖ്യാപനം വന്നാൽ ഇപ്പോൾ തെരുവിൽ പ്രതിഷേധിക്കുന്നവർക്കുള്ള മറുപടി നൽകാം. അവരുടെ പാർട്ടി തീവ്രത അളന്ന് സംരക്ഷിച്ചവരുടെ കാര്യത്തിലും ഉത്തരം മുട്ടിക്കാം. അതിനുള്ള ഉയർന്ന ധാർമ്മികത കോൺഗ്രസ് കാണിക്കുമോ? രാജിവെച്ച് മാതൃക കാട്ടുമോ എന്നതാണ് ചോദ്യം. CPM-ൽ നിന്നും ഡോക്ടർ P. സരീൻ, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം N. ശ്രീകുമാറിലേക്ക്. ശ്രീ N. ശ്രീകുമാർ, പുതിയ ശബ്ദരേഖയും പുറത്തു വന്നിരിക്കുന്നു. CPM-ലെ പല നേതാക്കളും ഉൾപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നുള്ള നേതാക്കൾ ഉൾപ്പെട്ടിരിക്കുന്ന ലൈംഗിക കേസുകൾ അങ്ങ് ഇന്നലത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിലെ കേസ് വ്യത്യസ്തമാകുന്നത് ശബ്ദരേഖ, ചാറ്റുകൾ പുറത്തു വരുമ്പോൾ അപ്പുറത്ത് രാഹുൽ മാങ്കുട്ടത്തിലാണെന്ന് ഉറപ്പിക്കുകയാണ്. അയാളുടെ ശബ്ദം നമ്മൾ കേൾക്കുകയാണ്, അയാളുടെ ഭീഷണി നമ്മൾ കേൾക്കുകയാണ്, അയാളുടെ വെല്ലുവിളി നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ അതിലൊരു വ്യത്യാസമുണ്ടല്ലോ. രാജിവെക്കുമോ? നോക്കൂ സ്മൃതി, ഒരു ചാറ്റായാലും 100 ചാറ്റായാലും ഒരു വാട്സപ്പ് ചാറ്റാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമാണെങ്കിലും ഒരെണ്ണം മതി. അത് 1, 2, 100 വേണ്ട, ഒരെണ്ണം മതി. ആ ഒരെണ്ണവും തെറ്റാണ്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ആശീർവാദത്തോട് ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഇപ്പോഴുള്ളത് MLA സ്ഥാനം രാജിവെക്കണമെന്നാണ്. ഞാൻ ഇന്നലെ ഈ ചർച്ചയിൽ പറഞ്ഞിരുന്നു, അത് UDF-ഉം കോൺഗ്രസും തീരുമാനിക്കും. പക്ഷേ ഒരു പാർട്ടിയിലെ MLA ആ MLA സ്ഥാനത്ത് നിന്നും അയാൾ രാജിവെക്കണമെങ്കിൽ ആ പാർട്ടിക്ക് സാധാരണഗതിയിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം ഒരു മുന്നണിയുടെ MLA ആണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇക്കാര്യത്തിൽ BD സതീശനൊരു നിലപാടെടുത്തിട്ടുണ്ട്.
ആ നിലപാട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം പെട്ടെന്നുണ്ടാകും. ആ തീരുമാനം വന്നാൽ ഒരുപക്ഷെ ഈ ചർച്ചയിലിരിക്കുന്ന ഡോക്ടർ പി സരീന് പോലും നാളെ ചർച്ചയ്ക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലുള്ളൊരു തീരുമാനമായിരിക്കും. കാരണം ഇവർക്ക് ഇവരുടെ ആളുകളെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്നൊരു ഘട്ടമുണ്ടല്ലോ, അതില്ലാതാകും. വെളുപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. അത് നിങ്ങൾ കാത്തിരിക്കുക. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 ദിവസം വൈകുന്നൊരു ചോദ്യം ഒരുപക്ഷെ നാളെ ഞായറാഴ്ച എന്ന ഉദ്ദേശത്തിലാണോ? അത് അല്ല, നാളെ എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ അർത്ഥം വെച്ചാൽ സമീപം തന്നെ എന്നാണ് അർത്ഥം. കാരണം ഇപ്പം 20 മണിക്കൂർ കൊണ്ട് ഒരാളുടെ അടുത്ത ദിവസം, കാരണം അതിന് തീരുമാനം വരും. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ, കാരണം നിങ്ങളുടെ കാര്യം ആലോചിക്കുക, സ്മൃതി ഇവിടെ കേട്ടിട്ടുള്ള ഈ വോയിസൊക്കെ ഉണ്ടല്ലോ, അതിൽ ഒരു വോയിസ് മതി. അതൊരു പൊതുപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് ആരാണോ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ മാധ്യമങ്ങൾ പറഞ്ഞത് വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നിലപാടെടുത്തത്. ഇവിടെ ഷാഫി പറമ്പിൽ കാര്യം പറഞ്ഞല്ലോ, ഒരു FIR ഇല്ല, ഒരു പരാതിയില്ല. ശരിയാണത്. കാരണം അതൊന്നും ഇല്ലാഞ്ഞിട്ടും നടപടി എടുത്തു. അതിനെ ശ്ലാഘിക്കാൻ പോലും പ്രശംസിക്കാൻ പോലും പലരും തയ്യാറാകാതെ പിന്നെ കോൺഗ്രസിൻ്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്നവരാരാ? ആ പറയുന്നവരുടെ നമ്മൾ ഈ ധാർമ്മികത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ കുറവാണ് സ്മൃതി. നമുക്ക് പറയാവുന്നേ ഉള്ളൂ. അതിനെ നീതിബോധം എന്ന് ഞാൻ വിശേഷിപ്പിക്കുകയാണ്. ധാർമ്മികതയുടെ അർത്ഥം നീതിബോധമാണല്ലോ. ആ നീതിബോധത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. നീതിബോധമുള്ളൊരു ഭരണകൂടമാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ അവരുടെ നേതാക്കളും അവരെ നയിക്കുന്ന പാർട്ടിയും പറയുന്നത് നമുക്ക് ഈ കോൺഗ്രസിന് കേൾക്കാമായിരുന്നു. പക്ഷേ നീതിബോധമുള്ളവരല്ല ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതിനെ എതിരിടേണ്ട ഒരു രാഷ്ട്രീയമായ ഉത്തരവാദിത്വം UDFനും കോൺഗ്രസിനുമുണ്ട്. അവരേകപക്ഷീയമായി പറഞ്ഞു പോകുമ്പോൾ തല താഴ്ത്തിയിരിക്കാൻ UDFന് പറ്റുമോ? കാരണം അവർ നീതിബോധമുള്ളവരല്ല. അവരുടെ കാര്യം അവരുടെ കാര്യം കൃത്യമായി നീതിബോധത്തോടെ നിർവഹിച്ചവരാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ പറയാൻ സാധിക്കാത്ത ഒരു വിഭാഗം, CPM ആണെങ്കിലും ഭരണവർഗമാണെങ്കിലും അവരുടെ മന്ത്രിമാരാണെങ്കിലും MLA മാരാണെങ്കിലും അവർ പറയുമ്പോൾ അതിന് മറുപടി കൊടുത്തേ മതിയാവൂ കോൺഗ്രസ്സിന്. അതുകൊണ്ടാണ് ഈ മറുപടി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മറുപടി കൊടുത്ത് മുന്നോട്ട് പോയാൽ മതിയോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആ രാഷ്ട്രീയത്തിനുള്ള മറുപടിയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പൊതുപ്രവർത്തകരുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ കാര്യമുണ്ട്. പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് വീക്ഷിക്കുന്നു? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട് ശരിയാണെന്ന് പറയുന്നവരുണ്ടാകാം, മറ്റേ മറുപക്ഷത്തുള്ള സ്ത്രീകളെക്കുറിച്ച് പറയുന്നവരുണ്ടാകാം, ചില സ്ത്രീപക്ഷ എഴുത്തുകാരുടെയൊക്കെ ഫേസ്ബുക്കൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ അങ്ങനെ പറയുന്നവരും ഉണ്ടാകും. അപ്പോൾ സമൂഹത്തിൽ 2 വിഭാഗമുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക്, ജനങ്ങളെ ഭരിച്ചൊരു കക്ഷി എന്ന നിലയ്ക്ക്, ജനങ്ങളുടെ മുഖമായി മാറിയ ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ ഭൂരിഭാഗം ജനങ്ങളുടെ ചിന്ത വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വായിച്ചെടുക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം കേരളത്തിലുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണോ എന്നുള്ളത് UDFും കോൺഗ്രസും തീരുമാനിക്കുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെ ഇന്ന് ആവർത്തിക്കുന്നു. അക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്താണെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല, കാരണം ഞാൻ കോൺഗ്രസിൻ്റെ വക്താവല്ല. പക്ഷേ കോൺഗ്രസിനൊപ്പം നടക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് വളരെ കർശനമായ നടപടി അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്കെതിരെ വന്ന ആരോപണങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ശരിയുമാണെന്ന് ഓരോരോ ദിവസങ്ങൾ നിങ്ങൾ പുറത്തുകൊണ്ടുവന്ന വാർത്ത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾ അതും അങ്ങ് ശ്രദ്ധിച്ചിരിക്കുമല്ലോ, അത് കേട്ടിരിക്കുമല്ലോ. അത് കേട്ട് കഴിഞ്ഞ ശേഷം അങ്ങേക്ക് ആദ്യം തോന്നിയ കാര്യം എന്താണ്? ഇന്ന് ഷാഫി പറമ്പിലും ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം ബീഹാറിൽ പോയിരുന്നു. നമുക്കറിയാം അവിടെ എന്തിനാണ് പോയിട്ടുള്ളത്. ഒരു വലിയ പ്രതിഷേധം അവിടെ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു പ്രക്ഷോഭം നടക്കുകയാണല്ലോ. ആ പ്രക്ഷോഭത്തിന് വില കുറച്ചത് ആരാണെന്ന ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. അതിൽ പങ്കെടുക്കാൻ പോയി മടങ്ങിയെത്തി. ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനോട് അങ്ങ് എത്ര യോജിക്കുന്നുണ്ട്? ഷാഫി പറമ്പിൽ എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഒരു സത്യാവസ്ഥയാണ് പറഞ്ഞത്. എന്താണ് സത്യാവസ്ഥ? ഒരു FIR ഇല്ല, ഒരു പരാതിയില്ല. അതാണ് അദ്ദേഹം പറഞ്ഞ സത്യമല്ലേ? പക്ഷേ എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. അത് ഷാഫി പറമ്പിൽ സമ്മതിച്ചിരിക്കുന്നു. ഇനി ഇത് പരാതി ഉണ്ടോ പരാതി ഇല്ല എന്നൊന്നും അന്വേഷിക്കേണ്ട. ഇപ്പോൾ വനിതാ കമ്മീഷൻ പരാതി എടുത്തിട്ടുണ്ടല്ലോ. വനിതാ കമ്മീഷൻ പരാതി എടുത്തതിനെ കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്താലും ബുദ്ധിമുട്ടാവും. അങ്ങേക്ക് തോന്നിയതുപോലെ ചാറ്റ് 1 ആകട്ടെ 2 ആകട്ടെ 3 ആകട്ടെ ഒരൊറ്റ ചാറ്റ് മതി എന്ന് അങ്ങ് പറയുമ്പോൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അങ്ങനെയാണോ ഇന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്?
പരാതിയില്ലല്ലോ, FIR ഇടും മുമ്പ് തന്നെ പാർട്ടി സ്ഥാനത്തു നിന്നും രാജിവെച്ചല്ലോ എന്ന് പറയുന്നത് എന്തൊരു സാങ്കേതികത്വമാണ്. ഉയർന്ന ആരോപണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു നേതാക്കൾ എന്നാണ് പ്രധാനം. അത് VD സതീശനിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അത് കേൾക്കുന്നില്ല ഷാഫിയിൽ നിന്ന്. അതായത് ഒരു കോൺഗ്രസിൽ നിൽക്കുന്ന ഒരാളെക്കുറിച്ച്, ഒരു MLA യെക്കുറിച്ച്, യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷനെക്കുറിച്ച് ആ പാർട്ടിയിലെ ഒരു അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ഒരു സുഹൃത്ത് പറയുമ്പോൾ അതിൻ്റേതായൊരു ഭാഷയുണ്ടായിരിക്കും. അത് കാരണം എന്ന് വെച്ചാൽ തെറ്റ് എന്നുള്ള അതാണ് അദ്ദേഹം പറഞ്ഞതാണ്. ഒരു പരാതിയോ അല്ലെങ്കിൽ FIR ഇടുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഷാഫി പറമ്പിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്ന നിലയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ കഴിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുത്തു ചാടി അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ തിരിച്ചടിക്കും. കാരണം ഇതിലിപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുന്ന വോയിസൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ചാണ് എന്നുള്ളത് പറയുന്നത് എന്താണ്, ഇദ്ദേഹമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ്. പക്ഷേ അത് തെളിയിക്കേണ്ടത് ആരാണ്? സ്റ്റേറ്റാണ്. ഈ ഒരു പരാതി, അത് പരാതി ഉണ്ടായാലും ഇല്ലെങ്കിലും അത് ശബ്ദം കേട്ടിട്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല എന്ന് അങ്ങേക്ക് തോന്നിയോ? സാങ്കേതികത്വം അവിടെ നിൽക്കട്ടെന്നേ, സ്റ്റേറ്റ് ആണ്, FIR ഇടണം, കേസ് എടുക്കണം, അതൊക്കെ ശരി തന്നെ. അങ്ങേക്ക് കേട്ടിട്ട് എന്ത് തോന്നി? ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ആ പൊതുസമൂഹത്തിൽപ്പെട്ട സ്മൃതി പരുത്തിക്കാട് എന്താണോ തോന്നിയത് അതേ തോന്നൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതേ തോന്നൽ ഉള്ള കോൺഗ്രസ് നേതാക്കൾ എന്താണ് പരിമിതപ്പെടുത്തുന്നത് പ്രതികരണം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരവാദപ്പെട്ട നേതാക്കളല്ലേ ഇവരൊരുമിച്ചല്ലേ വോട്ട് ചോദിച്ചത്? പരിമിതപ്പെടുത്തിയിട്ടില്ല, തീർച്ചയായിട്ടും സ്മൃതി പരിമിതപ്പെടുത്തിയിട്ടില്ല. കാരണം പരിമിതപ്പെടുത്തുകയാണെന്ന് VD സതീശൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? VD സതീശൻ പറഞ്ഞത് വളരെ പച്ചയായിട്ട് അദ്ദേഹം വ്യക്തമായി പറഞ്ഞില്ലേ, കോൺഗ്രസ് വേറിട്ടൊരു പ്രസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? വേറിട്ട പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയാൻ ഒരു കരുത്ത് കാണിച്ചല്ലോ VD സതീശൻ. അതുപോലൊരു കരുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കളെ കാണിക്കാൻ പറ്റുമോ? അതാണ് സരിൻ വെല്ലുവിളി. അങ്ങനെ ഒരു കരുത്ത് കാണിക്കാൻ സരിൻ താങ്കളുടെ ഇപ്പോഴത്തെ പാർട്ടിക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളല്ല, വെളിപ്പെടുത്തലുകൾ, അതിങ്ങനെ ഒന്നൊന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സ്ഥാനം വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്ക് തന്നെ രാജിവെച്ചു. അടുത്ത നടപടി വൈകില്ല, അതായത് കൂടുതൽ ഗൗരവത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള സൂചന VD സതീശൻ നൽകുന്നു. അങ്ങനെ രാജിവെച്ചാൽ, MLA സ്ഥാനം രാജിവെച്ചാൽ അത് CPM ഒരു പാഠമാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. CPM അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സ്മൃതി, ഇവിടെ പ്രിയപ്പെട്ട ശ്രീകുമാരേട്ടൻ കോൺഗ്രസിൻ്റെ വക്താവല്ല എന്ന് ആദ്യം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ സഹയാത്രികനാണ്. കാരണം അദ്ദേഹത്തിനെ ചർച്ചയ്ക്ക് ഇന്ന് 1 അല്ല 2 അല്ല 3 ചർച്ചയ്ക്കോ മറ്റേ കോൺഗ്രസിന് നിയോഗിക്കേണ്ടി വന്നിരിക്കുകയാണ്. കാരണം വക്താക്കളൊന്നും ഇനി രാജിവെക്കാതെ ചർച്ചയ്ക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ന്യായീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇതിനെ പൊതുജനങ്ങളുടെ മുന്നിൽ വെളുപ്പിച്ചെടുക്കുന്നതിനോ കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ അവശേഷിക്കുന്ന മൂല്യങ്ങൾ അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളത് ഓരോ ദിവസം കഴിയുന്തോറും അവർ തിരിച്ചറിയുന്നു. വക്താക്കളുടെ പാനലിൽ നിന്ന് എന്റെ അടുത്ത് പത്രപ്രവർത്തകർ പറഞ്ഞതാണ്. എനിക്ക് ഇന്നലത്തെ വരെ കാര്യം അറിയില്ല. ഞങ്ങളുടെ അടുത്ത് സ്മൃതിയുടെ കാര്യമല്ല പറഞ്ഞത്. അല്ലല്ല സരിൻ, ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രതിനിധികളെ തരാറില്ല. ഇന്നത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രതിനിധികളെ തരാറില്ല. ബാക്കി ചാനലുകളുടെ കാര്യം റിപ്പോർട്ടറിന്റെ കാര്യമല്ല പറയുന്നത്. അതല്ലേ ഞാൻ പറയുന്നത്. ശരി, റിപ്പോർട്ടറിന്റെ കാര്യമല്ല പറയുന്നത്. സ്മൃതി അതിനെ ഡിഫൻസ് ആക്കി കോൺഗ്രസിന് ഇട്ട് കൊടുക്കണ്ട. ഞാൻ പറയുന്നത് പല ചാനലുകളിലേക്ക് ഒരാളെ നിയോഗിക്കേണ്ടി വരുന്ന കോൺഗ്രസിന്റെ ഗതികേടാണ്. റിപ്പോർട്ടറിനെ കോൺഗ്രസ് ബഹിഷ്കരിക്കുന്ന വിഷയം ഇപ്പൊ സ്മൃതി തന്നെ ഏറ്റു പറഞ്ഞത്, ഒരുപക്ഷെ ഒരു ചാനലിലേക്കെങ്കിലും ആളെ വിടുന്നതിന്റെ കുറവുണ്ടല്ലോ എന്നുള്ളതിന്റെ ഒരു ആശ്വാസമായിരിക്കും അവർക്ക് നൽകുന്നത്. കോൺഗ്രസ് മാതൃക കാട്ടുമോ എന്നുള്ള ടൈറ്റിൽ കാർഡുമായി ബന്ധപ്പെടുത്തിയാണല്ലോ നമ്മുടെ ചോദ്യവും ഈ ചർച്ചയും മുന്നോട്ട് പോകുന്നത്. ഇതിനെ മാതൃക എന്ന് വിളിക്കുന്നതാണോ കോൺഗ്രസിന്റെ ഗതികേട് ഇതല്ലാതെ വേറെ എന്തുണ്ട് എന്നുള്ള ചർച്ചയ്ക്ക് വെക്കുന്നതായിരിക്കുമോ ഉത്തമം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഈ മാതൃക കോൺഗ്രസ് പുതുതായി ഈ ഒരു സാഹചര്യത്തിൽ കാണിക്കാൻ നിർബന്ധിതമാകുന്നത് എന്തുകൊണ്ടാണ്? 1 മാസം മുന്നേയും ഉയർന്നു വന്ന സാഹചര്യങ്ങളും ഈ ചാറ്റുകളും ഈ സംഭാഷണങ്ങളും ഇന്ന് കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് ഒരുപക്ഷെ ഒരാളെ തള്ളിവിടുന്നതിൻ്റെ അവസ്ഥയിലേക്ക് വരെ കൊലവിളി നടത്തുന്നതിൻ്റെ സാഹചര്യവുമൊക്കെ ഈ 1 മാസത്തിനുള്ളിൽ ഉണ്ടായതല്ല. ഒരുപക്ഷെ 1 മാസത്തിന് മുന്നേ ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെ തേച്ചുമാച്ച് കളയാൻ കോൺഗ്രസിൻ്റെതായ സൈബർ ഇടങ്ങളിൽ കൃത്യമായ കുതന്ത്രങ്ങൾ നടക്കുകയും ആ കുതന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊരു വാർത്തയല്ലാതെയായി പോകുകയും ചെയ്തപ്പോൾ തന്നെ കോൺഗ്രസിന് ഒരുപക്ഷെ വാർണിംഗ് ലഭിച്ചതാണ്.
ഈ മാതൃക എന്ന് പറയുന്ന ഈ കാര്യം ഇവർ അറിഞ്ഞുകൊണ്ടിരുന്ന ഇത്രയും കാലമായിട്ടും ഇവർക്ക് അറിയാവുന്ന കാര്യത്തിന് ഇത്രയും നാൾ ഇവർ നടപടി എടുക്കാതെ ഇപ്പൊ പൊതുസമൂഹം അത് ചർച്ചയ്ക്കെടുക്കുകയും പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദം അവരുടെ മേൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നതിനെ പുതിയ മാതൃകയാക്കി പാടാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ 2-3 പുതിയ മാതൃകകൾ കോൺഗ്രസിന് ഞാൻ നിർദ്ദേശിക്കാം. തെറ്റുകാരനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനോട് ഉടനടി അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായ പാലക്കാട് റിപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടണം. അതിഗംഭീരമായ മാതൃകയാണ്. കാരണം ഈ കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തവരുമായിട്ടുള്ള ആളുകളുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ആശങ്കകളുണ്ട്, ഭയപ്പാടുകളുണ്ട്. ഒരുപക്ഷെ അശ്ലീല ചുവയോടുകൂടിയാണ് അദ്ദേഹം തങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തങ്ങളുടെ വീട്ടിൽ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പോലും പെരുമാറിയത് എന്നുള്ള അവരുടെ മനസ്സിലെ ആ ഒരു ആശങ്കയകറ്റാനെങ്കിലും കോൺഗ്രസിന് ദയവ് ചെയ്ത് പത്തനംതിട്ടയിൽ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഒളിച്ചു താമസിക്കുന്ന ആ മാന്യദ്ദേഹത്തിനോട് പാലക്കാട് മണ്ഡലത്തിൽ തന്റെ കർമ്മമണ്ഡലത്തിൽ വന്ന് കോൺഗ്രസിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ വന്ന് പ്രവർത്തിക്കാൻ പറയണം. കാരണം ഇവിടുത്തെ പ്രവർത്തകര്, ഇവിടുത്തെ വോട്ടർമാരൊക്കെ ഇനി ഒരു കാര്യം നിവർത്തിക്കണമെങ്കിൽ ഇയാൾ MLA ആയിരിക്കുന്ന അത്രയും കാലം പത്തനംതിട്ടയിലേക്ക് യാത്ര ചെയ്ത് വരേണ്ടതാണോ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മാതൃക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു മാതൃകയായിട്ട് പത്തനംതിട്ടയിലേക്ക് സരീൻ, അങ്ങ് പറഞ്ഞ 1 മാസം മുൻപേ ഈ വാർത്ത പുറത്തേക്ക് വന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയും പറയുന്നത് കേട്ടിട്ട് വാർത്ത കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു ആരോപണം ഉയർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആരോപണമായി ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ നമ്മളത് കൊടുക്കുന്നുണ്ട്. ആ രൂപത്തിൽ നമുക്കാർക്കും കിട്ടിയിട്ടില്ല. എനിക്ക് ബാക്കിയുള്ള മാധ്യമങ്ങളുടെ കാര്യം അറിയില്ല. രണ്ടാമത്തെ കാര്യം, റിനി എന്ന ധൈര്യശാലിയായ ഒരു പെൺകുട്ടി, ഞാൻ പൂർത്തിയാക്കട്ടെ സരിൻ, ധൈര്യശാലിയായ ഒരു പെൺകുട്ടി വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണല്ലോ നമ്മൾ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. അവിടെ നിന്നും തുടർന്ന് അങ്ങോട്ട് വീണ്ടും ശബ്ദരേഖകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൊടുക്കുന്നതിൽ ആരും മടിച്ചു നിന്നിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടിയിലേക്ക് പോകുന്നു. അങ്ങേക്കിത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ അങ്ങേക്കിത് പുറത്തേക്ക് വിടാമായിരുന്നല്ലോ. ഒരു തെളിവായി അങ്ങയുടെ മുന്നിൽ ഈ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിടാമായിരുന്നല്ലോ. അങ്ങേക്ക് എന്ന് ഉദ്ദേശിച്ച അങ്ങേക്ക് ഇതിനെ പറ്റിയിട്ടുള്ള സൂചനകൾ വളരെ കൃത്യമായി ലഭിക്കുകയും ആ സൂചനകൾ പറയേണ്ട സമയത്ത് പറയേണ്ട ഇടങ്ങളിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത് എന്നും ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാതെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കിട്ടിയ സൂചനകൾ പറയേണ്ട ഇടങ്ങളിൽ പറഞ്ഞു തന്നെ അതിന് പരിഹാരങ്ങളില്ലാതെ വരുമ്പോ നല്ല വ്യക്തത തന്നെയാണ് വരുത്തുന്നത്. എന്നോട് പറഞ്ഞ ആളുകളോടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചവരോടോ ഒക്കെ എനിക്ക് പറയാനുള്ള മറുപടി എനിക്കിത് ബന്ധപ്പെട്ട ആളുകളോട് പറയാം എന്നുള്ളതല്ലാതെ വേറൊന്നുമല്ലായിരുന്നു. ആ ബന്ധപ്പെട്ട ആളുകളോട് ആവർത്തിച്ച് പറയുകയും ഒരു നിയമസഭാ ഇലക്ഷൻ വേണ്ടി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ ഉള്ളിലെ തന്നെ ശത്രുക്കൾ അത് പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ രീതിയിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനെയാകുമ്പോൾ അവിടെ ജയിച്ചു കയറാൻ സാധ്യത BJP ആണ് എന്നുള്ളതൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വ്യക്തത വരുത്താൻ സ്മൃതിയുടെ അടുത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. സ്മൃതി, പത്രമാധ്യമങ്ങളിലേക്കല്ലേ ഈ പരാതികൾ ഇപ്പോഴല്ലേ കിട്ടിയുള്ളൂ, ഞങ്ങൾ ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത്? നേരെ മറിച്ച് കോൺഗ്രസിന്റെ അകത്ത് ബന്ധപ്പെട്ട ഒരു MP തന്നെ ഈ പരാതി ഉന്നയിക്കേണ്ട സ്ഥലത്ത് ഉന്നയിച്ചിരുന്നു എന്നല്ലേ അദ്ദേഹം ഗതികെട്ടി ഇന്ന് പത്രസമ്മേളനത്തിൽ വന്ന് വിളിച്ചു പറഞ്ഞത്? ആ MP കോൺഗ്രസിന്റെ ഉള്ളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? എന്നിട്ടും നടപടിയെടുത്തില്ലല്ലോ. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ശബ്ദരേഖകൾ പുറത്തു വന്നില്ലേ? എന്താണ് ആ യൂത്ത് കോൺഗ്രസിലെ കുട്ടികൾ പരസ്പരം പറയുന്നത്? KSUവിലും യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ച പെൺകുട്ടികൾ അത് നിർത്തിപ്പോയെന്ന്, സംഘടനാ പ്രവർത്തനം നിർത്തിപ്പോയെന്ന്, അതിനുള്ള കാരണം എന്താണെന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഈ സമാനമായ സാഹചര്യങ്ങൾ കേരളത്തിലെ 941 പഞ്ചായത്തിലും 150 അല്ലെങ്കിൽ 88 മുനിസിപ്പാലിറ്റിയിലും 6 കോർപ്പറേഷനിലും ഉണ്ടെന്നേ. ഇനി ഓരോ വാർഡിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമേ പുറത്തു വരാനുള്ളൂ. ദയവ് ചെയ്ത് ഇതിനെ നോർമലൈസ് ചെയ്യരുത്. കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് ഇത് വ്യക്തമായി അറിയാവുന്നവരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ എല്ലാം എക്സ്ക്യൂസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ പൊതുസമൂഹം അറിയാത്തിടത്തോളം ഇതൊന്നും ഒരു തെറ്റല്ല. എന്നതുകൊണ്ടാണല്ലോ ഇത് തുടർച്ചയായി ചർച്ച ചെയ്യുന്ന സരിൻ. ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അനുവദിക്കണം. സ്മൃതിക്ക് കോൺഗ്രസ് വക്താവിന്റെ കൂടി ഉത്തരവാദിത്തം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാനിപ്പോൾ സരിൻ പറഞ്ഞത് ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിച്ചത്. ഒരു മിനിറ്റ്. ഇടയ്ക്ക് ഇടപെടുന്നതിന്റെ അർത്ഥം കോൺഗ്രസ് വക്താവാകുന്നതല്ല. ഒരു മിനിറ്റ് സരിന് ഭയങ്കര അക്ഷമയാണ്. ഒരു മിനിറ്റ് സരിൻ അക്ഷമയോട് സംസാരിക്കാതിരിക്കൂ. നമ്മൾ ഈ വിഷയം നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു മിനിറ്റ് ഒന്ന് പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ്
സരിൻ ഒരു മിനിറ്റ് സരിൻ 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 നോക്കൂ സരിൻ ഒരു മിനിറ്റ് സരിൻ സൈബർ കുറ്റങ്ങളെ പോലെ സംസാരിക്കരുത് ദയവ് ചെയ്ത് പ്ലീസ്. ഞാൻ സ്ത്രീ പക്ഷത്തു നിന്നാണ് ഈ ചർച്ച നയിക്കുന്നത്. ആദ്യം അതിനടി വരെ ഞാൻ സ്ത്രീ പക്ഷത്തു നിന്നാണ് ഈ ചർച്ച നയിക്കുന്നത്. സ്ത്രീ പക്ഷത്തു നിന്നാണ് ഈ ചർച്ച നയിക്കുന്നത്. ഞാൻ ആരെ ഡിഫെൻഡ് ചെയ്താണ് താങ്കൾ ഇതുവരെ കണ്ടത്? എന്നെ ചർച്ച നയിക്കാൻ താങ്കൾ പഠിപ്പിക്കേണ്ട. താങ്കൾക്ക് പറയാനുള്ളത് പറയാം. എനിക്ക് അതിനിടയിൽ ചോദിക്കാനുള്ള ചോദ്യം ഞാൻ ശ്രീകുമാറിനോടും ഇടയ്ക്ക് ചോദിച്ചിരുന്നു, സരിനോടും ചോദിക്കും, ശങ്കുട്ടിദാസിനോടും ചോദിക്കും. അതിൽ അക്ഷമ കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ. അങ്ങേക്ക് ഇതേക്കുറിച്ച് ഇത്രയും ഗൗരവത്തിലുള്ള ആരോപണങ്ങൾ അങ്ങേക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്, അത് പുറത്തേക്ക് വിടാമായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി അങ്ങ് പറയുന്നു പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അറിയിച്ചിരുന്നുവെങ്കിൽ അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എപ്പോൾ അറിയിച്ചിരുന്നു, എന്ത് തരം ആരോപണങ്ങളാണ് അങ്ങ് നേരത്തെ അറിഞ്ഞിരുന്നത് എന്നൊന്ന് വ്യക്തമാക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെന്തിനാണ് താങ്കൾ എന്നോട് ഇങ്ങനെ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്? സ്മൃതി, ഞാൻ വളരെ മയപ്പെടുത്തി തന്നെ സ്മൃതിയോട് ഈ വിഷയങ്ങൾ പറയാം. സ്മൃതി അത് ശ്രദ്ധാപൂർവ്വം കേൾക്കണം. ഞാൻ 2 ദിവസം മുന്നേ ഒരു പത്രസമ്മേളനം വിളിച്ച് വളരെ വ്യക്തമാക്കി പറഞ്ഞതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് മുന്നേ അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന് എത്ര പരാതികൾ കിട്ടി, അത് അദ്ദേഹം എവിടെയൊക്കെ ചർച്ച ചെയ്തു, അത് അദ്ദേഹം എവിടെയൊക്കെ പുറത്തുവിട്ടു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ, ഇപ്പോൾ ഇവിടെ പിതൃതുല്യതയും ജ്യേഷ്ഠ സഹോദരനും ഒക്കെയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രയോഗങ്ങൾ. അപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തിരുത്തലിനു വേണ്ടി, അദ്ദേഹത്തിനെ നവീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ എത്രത്തോളം ഉപയോഗപ്പെടുത്തി. കാരണം ഇവരൊക്കെയാണ് പവർ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ, അതോറിറ്റി വീൽഡ് ചെയ്യുന്നവരെ നമുക്ക് അവരെടുത്ത് കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതും ആ ധരിപ്പിച്ച കാര്യങ്ങൾക്ക് അവർക്ക് തന്നെ എത്ര കയ്യും കണക്കുമുണ്ട് എന്നുള്ളതും ഞാൻ കൃത്യവും വ്യക്തവുമായി ചോദിച്ചതാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിക്ക് ഈ മാന്യദേഹത്തിന്റെ പ്രവർത്തികളിൽ എത്ര പരാതി ലഭിച്ചിരുന്നു എന്നുള്ളത്. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കപ്പെടുമ്പോഴും ആ കാലയളവിനിടയിലും ഏതെങ്കിലും പരാതികൾ ലഭിച്ചിരുന്നോ എന്നുള്ളത് അവർ ആവർത്തിച്ചു പറയുന്ന പരാതികൾ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിവ് പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് പൊതുസമൂഹം അറിയുന്നത് വരെ ഇത് മറച്ചു പിടിക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ അവർക്ക് സാധിക്കും എന്നുള്ളതിന്റെ ധിക്കാരപരവും ധാർഷ്ട്യവുമായിരുന്ന വഴികളായിരുന്നു. കാരണം ഓച്ചാനിച്ച് നിൽക്കുന്നവർക്ക് മാത്രം അവിടെ അധികാരത്തിലേക്കുള്ള വഴികൾ തുറന്നിട്ട് കൊടുക്കുകയും മറ്റുള്ളവരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്ന രീതിക്ക് കോൺഗ്രസ് കഴിഞ്ഞ 2, 3, 4 വർഷങ്ങളായി വീണുപോയിട്ടുണ്ട്. അതിൽ മടുപ്പുള്ള എത്രയോ പേർ പ്രവർത്തനം നിർത്തി മാറിപ്പോയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ ആ പാർട്ടിയുടെ ഉള്ളിലുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഉൾപാർട്ടി രഹസ്യം ഇന്നത് പുറത്തേക്ക് പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പുതിയ മാതൃകകളുടെ വഴികൾ തേടുന്നത്. സ്മൃതി, ആ നിസ്സഹായ അവസ്ഥയാണ് കോൺഗ്രസിന്റെ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചതാണോ രാജിവെച്ചതാണോ, അഖിലേന്ത്യാ തലത്തിൽ തന്നെ 2 പേർ 2 അഭിപ്രായങ്ങളാണ് പറയുന്നത്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ ഇടങ്ങളിൽ സ്വന്തം അണികൾ തന്നെ ന്യായീകരിച്ച് ഇതിനെ നോർമലായി, പുതിയ നോർമലായി, ന്യൂ നോർമലായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു MP തന്നെ പരാതി ഉന്നയിച്ച ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുകയും അവരുടെ ബോഡി ഷെയ്മിംഗ് നടത്തുന്ന രീതിയിലേക്ക് തരം താഴുകയാണ്. കോൺഗ്രസ് കൊടുക്കുന്ന വ്യക്തമായ സന്ദേശം ഹണി ഭാസ്കർ കൊടുത്ത പരാതിയിൽ നിന്നാണ് വായിച്ചെടുക്കേണ്ടത്. എന്തായിരുന്നു ഇവരുടെ ധിക്കാരവും ധൈര്യവും ധാർഷ്ട്യവും എന്ന് വെച്ചാൽ, പരാതിപ്പെടുന്നവരെ സൈബർ ബുള്ളിയിങ് നടത്തി അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം. അങ്ങനെ ഒരു സൈബർ ബുള്ളിയിങ്ങിന്റെ ദുസ്സൂചന 1 മാസം മുന്നേ വളരെ കൃത്യമായി നടന്നു. അതിന്റെ പുറകിലെ ബുദ്ധി കേന്ദ്രങ്ങളും അവർ തന്നെയാണ്. ഏത് വീഡിയോ പുറത്തേക്ക് ഇട്ടുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തൊരു വസ്തുതയെ സംഭവകഥ പോലെയാക്കി സൈബർ ഇടം ഏറ്റെടുക്കുക, അതിൽ നിന്ന് എങ്ങനെ അപ്പോൾ ഊരിപ്പോരാൻ പറ്റുമെന്ന് 48 മണിക്കൂർ കൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത പുതിയ വേട്ടയാടലിന്റെ സൈബർ നിയമങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ അവതാരങ്ങളാണ് ഇവർ. അവർക്ക് ഹണി ഭാസ്കറിനെയും അതുപോലെ തന്നെ ബുള്ളി ചെയ്യാൻ ശ്രമം നടത്തി. ഹണി പരാതി കൊടുക്കേണ്ടി വന്ന സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹണി എന്തിനാ പരാതി കൊടുത്ത്? ഇതേ സാഹചര്യം തന്നെയാണ് ഏതൊരു പരാതിക്കാരിക്കെതിരെയും ഇവർ നീങ്ങുക എന്നുള്ളതാണ് കേരളം ഞെട്ടലോടെ കാണുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പരാതികൾ ഇല്ലാതെയാക്കാമെന്നും അധികാര സ്ഥാനത്തിരിക്കുന്നതിന്റെ കാര്യങ്ങളും ഒരുപക്ഷെ അവർക്കുണ്ടാകുന്ന മാനഹാനിയും പറഞ്ഞ് വിലപേശൽ നടത്താമെന്നും പോലീസ് കേസ് വന്നാൽ മാത്രമാണ് ഒരു തെറ്റ് തെറ്റാവുകയുള്ളൂ എന്നും സമർത്ഥിക്കാൻ കാണിക്കുന്ന ഉളുപ്പില്ലായ്മയാണ് ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. ആ ഉളുപ്പില്ലായ്മ ഒരുപക്ഷെ തെറ്ററിഞ്ഞിട്ട് മൂടിവെക്കപ്പെട്ടതിനെ ഇപ്പോഴും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് പൊതുസമൂഹം കൂടി ചർച്ച ചെയ്യുമ്പോൾ മാത്രം അതിനെ സമീകരിക്കാൻ വേണ്ടി മറ്റു പാർട്ടികളിലും ഇതുപോലെ നടന്നതുമായി ബന്ധപ്പെട്ട കഥകളെ കൊണ്ടുവരികയാണ്. കേട്ടുകേൾവിയില്ലാത്ത വിധം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതിന് തിരുത്തലുകൾ ആഗ്രഹിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾക്ക് പോലും ഒരുപക്ഷെ
ഇവിടെ പലതരം ചാപ്പകുത്തലുകൾ നടക്കുകയാണ്. സരിൻ, റിനി ഇതിൽ അനുഭവിക്കേണ്ടി സമാനതകളില്ല വന്നത് എന്ന കാര്യത്തിൽ റിനി ഒരു സരിനോട് ഞാൻ കോൺഗ്രസ് യോജിക്കുന്നു. അനുഭാവിയായിട്ട് സരിൻ, പോലും ഇതുവരെ കേട്ട കേസുകളിൽ സമാനതകളില്ലാത്തത് എന്ന കാര്യം ഞാൻ അങ്ങയോട് യോജിക്കുന്നു. പക്ഷേ ഒരു MLA-ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുകയും FIR ഇടുകയും കേസാവുകയും ഇപ്പോൾ ജാമ്യത്തിലിറങ്ങുകയും ചെയ്തിരിക്കുന്ന ഒരു കേസാണ്. അതിൽ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നത് കോടതിയിൽ തെളിയിക്കട്ടെ, കോടതിയിൽ തെളിയിച്ച ശേഷം ഒരുപക്ഷെ അദ്ദേഹം നിരപരാധിയാവുകയാണെങ്കിൽ തിരിച്ച് MLA ആകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ തിരുത്തപ്പെടുന്നുണ്ടോ? ഇനിയിപ്പോൾ ഈ പറയുന്ന MLA രാഹുൽ മാങ്കോട്ടത്തിൽ രാജിവെക്കുകയാണെങ്കിൽ തിരിച്ച് CPM-നോട് തിരിച്ചിതേ ചോദ്യം വരും. അപ്പോൾ കൊടുക്കാവുന്ന മറുപടി നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്നൊരു ചോദ്യം തിരിച്ചു വരുന്നുണ്ട്. ആ ചോദ്യത്തിന് കൂടി ഉത്തരം വേണ്ടതല്ലേ എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇപ്പോൾ പാലക്കാട് MLA പാലക്കാട് വന്ന് ജനങ്ങളോട് സംസാരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് സരിൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങയുടെ പാർട്ടി പാലക്കാട് കാലുകുത്തിക്കാൻ സമ്മതിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടും തെരുവിലെ പ്രതിഷേധമാണ്. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? സ്വാഭാവികമായിട്ടും പാലക്കാട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രതിഷേധമാണിത്. അവരാഗ്രഹിക്കുന്നില്ല ഇത്തരത്തിലൊരു MLA ഇനിയുള്ള കുറച്ച് മാസങ്ങളാണെങ്കിൽ പോലും തങ്ങളുടെ ജനപ്രതിനിധിയായി, തങ്ങളുടെ സാമാജികനായി നിയമസഭയിൽ തങ്ങളെ പ്രതിനിധീകരിക്കണം എന്ന് പാലക്കാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്ക് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരാദ്യം ആവശ്യപ്പെടേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തോടെ MLA സ്ഥാനം കൂടി രാജിവെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതല രാജിവെക്കുന്നതുകൊണ്ട് മാത്രം പൊതുസമൂഹത്തിൻ്റെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നില്ല. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തരമായിട്ടുള്ള സംഘടനാ സംവിധാന പ്രകാരം അദ്ദേഹം വഹിക്കുന്ന ഒരു സംഘടനാ ചുമതല എന്നുള്ളത് അവരുടെ ആഭ്യന്തര വിഷയമാണ്. അതിന് പൊതുസമൂഹമായിട്ടൊരു ബന്ധമില്ല. കോൺഗ്രസിനുള്ളിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണത്. പൊതുസമൂഹത്തിന് മുമ്പിലത്തെ വിഷയം എന്താണ്? അദ്ദേഹത്തിൻ്റെ മേലുല്ലാസം എന്താണ്? അദ്ദേഹം പാലക്കാട് MLA ആണ് എന്നുള്ളതാണ്. ഇവിടെ പ്രൈമറി ആയിട്ടുള്ളൊരു അഡ്മിഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ആരോപണമുണ്ട്. ആ ആരോപണത്തെ അക്നോളജ് ചെയ്യുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാവുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടാവുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു. അപ്പോൾ അവിടെ പ്രൈമറി അഡ്മിഷൻ ഉണ്ട്. എന്താണ്? ഇങ്ങനെ ഒരു ആരോപണ വിധേയനായിട്ടുള്ള ആൾക്ക് യൂത്ത് കോൺഗ്രസ് പോലത്തെ ഒരു സംഘടനയെ നയിക്കാനുള്ള ധാർമ്മിക അധികാരം ഇല്ലാന്ന്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പോലും തങ്ങളുടെ ഒരു സ്ഥാനത്ത് ഇരുത്താൻ കൊള്ളാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങൾ തങ്ങളുടെ MLA സ്ഥാനത്ത് ഇരുത്തണം എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? കോൺഗ്രസ് പാർട്ടിക്ക് പോലും അയാൾ അനാഭിമതനാണ്, ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരു അനാഭിമതനായിട്ടുള്ള ആളെ പാലക്കാട്ടെ ജനങ്ങൾ സഹിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് സ്വമേധയെ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സമര പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടി വരും. ആ സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് BJP നിർവഹിക്കുന്നത്. നോക്കൂ, ഇവിടുത്തെ ഗൗരവമുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ ശ്രീകുമാർ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങ് പറയുന്ന സമയത്തൊക്കെ പറയുന്നൊരു കാര്യം കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തു എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രണ്ട് നിലപാടുണ്ട് എന്നുള്ളത് ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഷാഫി പറമ്പിൽ സംസാരിച്ചപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞത് സ്വമേധയാ രാജിവെക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ്. അതല്ലല്ലോ കോൺഗ്രസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലെയർഡ് ആയിട്ടുള്ള പൊസിഷൻ. അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടു, അദ്ദേഹത്തോട് രാജിവെക്കണമെന്ന് AICC നിർദ്ദേശിച്ചു. കേരള സംസ്ഥാന ഘടകം വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തു. അതുകൊണ്ട് രാജി വേടിച്ചു എന്നാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത നിലപാട് എന്താ? മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് 1 മണിക്ക് വാർത്താ സമ്മേളനം തുടങ്ങി 1:30 വരെ ഞാൻ രാജിവെക്കുന്നില്ല, ഈ നിമിഷം വരെ എന്നോടൊരാളും രാജി ആവശ്യപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ്, AICC ജനറൽ സെക്രട്ടറിമാർ, കേരളത്തിൻ്റെ KPCC പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളോട് ഞാൻ ഈ സമയത്തിനൊക്കെ സംസാരിച്ചു. ഒരാളും എന്നോട് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടില്ല. എന്നിട്ട് 1:30 ആയപ്പോൾ പറയുന്നു, അപ്പോൾ ഇതുവരെ നിങ്ങൾ കൊടുത്ത വാർത്തയൊക്കെ തെറ്റാണ്, എൻ്റെ രാജി ആരും ആവശ്യപ്പെട്ടില്ല, ഇപ്പം ഇതാ ഞാൻ രാജിവെക്കുന്നു. അദ്ദേഹത്തിൻ്റെ മെഗ്നാനിമിറ്റി, അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല എന്നതുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്നൊരു സഹായമായിട്ടൊരു സഹായ മനസ്കതയായിട്ട് അദ്ദേഹം സ്വമേധയാ രാജിവെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊസിഷൻ. ആ പൊസിഷനോടാണ് ഷാഫി പറമ്പിൽ ചേരുന്നത്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് എന്താ? ഒരു പരാതിയില്ല, ഒരു കേസും ഇല്ലാതിരുന്നിട്ട് പോലും സ്വമേധയാ രാജിക്കുള്ള സന്നദ്ധ പ്രകടിപ്പിക്കുകയും അത് പാർട്ടി അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിലെ പരാതിക്കാരികളായിട്ടുള്ള സ്ത്രീകളെ അപമാനിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആരാണ്? അവർ അല്പവസ്ത്രധാരികളായിട്ട് ഇടതുപക്ഷ നേതാക്കന്മാർക്കൊപ്പം നടക്കുന്ന ഏത് തരത്തിൽപ്പെട്ട സ്ത്രീകളാണെന്ന് ചോദിച്ചത് 2ാമത്തെ തവണ MP ആയിരിക്കുന്ന പാലക്കാട് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളുടെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ആൾ കൂടിയായിട്ടുള്ള MP ശ്രീകണ്ഠനാണ്. MP ശ്രീകണ്ഠൻ കോൺഗ്രസ് അല്ല എന്നൊരു വാദമുണ്ടോ? അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളിൽ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോരാടുന്ന അബിൻ വർക്കി പുറകിൽ നിന്ന് കുത്തിയ കട്ടപ്പയായിട്ട് അദ്ദേഹത്തെ
ഉപമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി ഏത് തരത്തിലുള്ള സമരത്തിനാണ് പോകുന്നതെന്ന് കണ്ടോളൂ എന്ന് വെല്ലുവിളിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും കോൺഗ്രസ് അല്ല എന്ന അഭിപ്രായമുണ്ടോ? ഒക്കെ പോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം നമ്മളിപ്പോഴേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. പാർട്ടി ഇത് നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണല്ലോ. 2024 നവംബറിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അയാളെ അവിടുത്തെ കാൻഡിഡേറ്റായി ഫീൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പാർട്ടിക്ക് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. AICCയുടെ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷിക്ക് മുന്നിൽ 6 മെയിലുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് INDA സഖ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള വയനാട് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ആനിരാജ പറയുന്നത് ഡൽഹിയിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സമാനമായിട്ടുള്ള പരാതികൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾക്കെതിരെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ബോധ്യമുണ്ടെന്നാണ്. ഒരു MP താനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവത്തെ സംബന്ധിച്ച് പറയുന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പത്മജ വേണുഗോപാൽ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവിടെ പൊതുവേദിയിൽ പ്രസംഗിച്ചത് വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തവനാണ് എന്ന് മുഴുവൻ നേതാക്കൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലൊരു സ്വഭാവ വൈകൃതത്തെ പറ്റി തങ്ങൾക്ക് നേരത്തെ ധാരണയുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇയാളെ പാലക്കാട്ടെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള തീരുമാനം ധാർമ്മികമായിരുന്നു. ഇവർക്കിത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാളെ ഒരു അധികാര സ്ഥാനത്ത് കൊണ്ടുവരാണ്ടിരിക്കുകയല്ലേ വേണ്ടത്. അവിടെ അങ്ങനത്തെ ഒരാളെ അധികാര സ്ഥാനത്ത് കൊണ്ടുവരുന്നതിൻ്റെ പ്രശ്നം കൂടി ഞാൻ പറയാം. നോക്കൂ, ഇവിടെ ശ്രീകുമാർ പറഞ്ഞു ഒരു സംഭവമാണെങ്കിലും 2 സംഭവമാണെങ്കിലും 3 സംഭവമാണെങ്കിലും ഒരുപോലെയാണ്, ഏതെങ്കിലും ഒരു സംഭവം മതിയെന്ന്. അല്ല, ഇത് ഒരു സംഭവത്തിൽ നിൽക്കുന്നില്ലെന്നും ഇത് 2ആയി 3ആയി 4ആയി 5ആയി 10ആയി പോകുമ്പോൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ അതൊരു പാറ്റേൺ ആണ്. ഇതൊരു പ്രിഡേറ്ററി ബിഹേവിയറിനെയാണ് കാണിക്കുന്നത്. അതായത് കൃത്യമായിട്ടൊരു മോഡസ് ഓപ്പറാൻഡിയോട് കൂടിയിട്ട് ഒരേ വൾണറബിലിറ്റി ഉള്ള പെൺകുട്ടികളെ തന്നെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പ്രേ കാറ്റഗറി സെറ്റ് ചെയ്ത് ആ പ്രേ കാറ്റഗറിക്ക് അനുസൃതരായിട്ടുള്ള പെൺകുട്ടികളെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിലൂടെയും മറ്റും ആ വലയിൽ പെടുത്തി തൻ്റെ ആവശ്യം നിറവേറ്റിയതിന് ശേഷം വളരെ നിഷ്കരണം തള്ളിക്കളയുന്നത്. അതിന് അവലംബിക്കുന്ന രീതിയൊക്കെ വളരെ സമാനമാണ് എല്ലാ കേസിലും. ആദ്യം അവരോട് സ്നേഹവും സൗഹൃദവും നടിക്കുന്നു, അതിനുശേഷം അവരുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നു, അതിനുശേഷം അവരെ ദുരുപയോഗം ചെയ്യുന്നു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനുശേഷം അവരെ എങ്ങനെയാണ് കൈയൊഴിയുന്നത്, എത്ര കോൾഡായിട്ടാണ്, എത്ര ഇമോഷൻ വളരെ ക്രൂരമായിട്ടാണ് അവരെ കൈയൊഴിയുന്നത് എന്ന് കാണുന്നു. അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ആത്മഹത്യാ ഭീഷണി ഉണ്ടാക്കുന്നു, അവരെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയരാക്കുന്നു. ഇതൊന്നിലധികം കേസുകളിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു പാറ്റേൺ ആണെന്നും ഇയാളൊരു പ്രിഡേറ്ററി നേച്ചറുള്ള ഒരാളാണെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരാളെ ഒരു അധികാര സ്ഥാനത്ത് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഇയാൾക്ക് കൂടുതൽ ഇരകളെ സൃഷ്ടിക്കാനുള്ള അവസരം കൊടുക്കലാണത്. ഇത് അറിഞ്ഞുകൊണ്ടും ഇയാൾ ഇത്തരത്തിലുള്ളൊരു വൈകൃതമുള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ടും അയാൾ ഇത്തരത്തിലൊരു അധികാര സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയപ്പോൾ ഇയാൾക്ക് കൂടുതൽ ഇരകളെ സൃഷ്ടിക്കാനുള്ളൊരു അവസരമാണ് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി കൊടുത്തത്. ആ കുറ്റകൃത്യത്തിന് സമൂഹത്തോട് മാപ്പ് പറയേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട്. അല്ലാതെ അഴിമതി ആരോപണം ഉണ്ടായ സമയത്ത് അയാളെ പുറത്താക്കി എന്നത് അവരെ ഏതെങ്കിലും തരത്തിൽ മഹത്വവൽക്കരിക്കുന്നില്ല. സ്വാഭാവികത എന്ന് പറയുന്നത് പുരസ്കാരം കിട്ടേണ്ട കാര്യമല്ല. കൈക്കൂലി മേടിക്കാത്ത ആൾക്ക് പ്രത്യേക അവാർഡ് ആവശ്യമില്ല, കൈക്കൂലി മേടിക്കുന്ന ആൾക്ക് ശിക്ഷയാണ് വേണ്ടത്. അതേപോലെ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് അയാളെ പുറത്താക്കി എന്നുള്ളത് അല്ലെങ്കിൽ അയാളുടെ രാജി ആവശ്യപ്പെട്ടു എന്നുള്ള സ്വാഭാവികതയാണ്. എന്തുകൊണ്ട് ഇത് പൊതുസമൂഹം അറിയുന്നത് വരെ ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നു? ഈ നിമിഷം വരെ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയണം. രണ്ടാമത്തെ പ്രശ്നം, ഇതിൽ പൊതുസമൂഹത്തിന് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം, ഇന്ന് ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് നിർബന്ധിതമായി ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ടൊരു വോയിസ് ക്ലിപ്പ് നിങ്ങളിന്ന് കേട്ടു. എന്താണ് അധികാരമുള്ള ഒരു പ്രെഡേറ്റർക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇയാളൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇയാളുടെ ഈ വൈകൃതം കൊണ്ട് ആൾക്കാരെ ഇങ്ങനെ ഭീഷണി കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ ഇയാൾക്ക് സാധിക്കുമായിരുന്നില്ല. ഇയാളുടെ എല്ലാ പ്രെഡേറ്ററി നേച്ചറും ഇയാളുടെ ഈ ഭീഷണിയും ഒക്കെ ഇയാൾക്ക് എടുക്കാൻ കഴിഞ്ഞത് ഇയാൾക്ക് അധികാര സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടും. കൊല്ലണമെങ്കിൽ എത്ര സെക്കൻഡുകൾ കൊണ്ട് എനിക്കത് സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരാളോട് ചോദിക്കുകയാണ്, ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ചാൽ എത്ര സെക്കൻഡുകൾ കൊണ്ട് കൊല്ലാൻ എനിക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിച്ചൂടെ? എങ്ങനെയാണ് അങ്ങനെ പറയാനുള്ള ധൈര്യം വരുന്നത്? അത് അധികാരം കൊടുക്കുന്ന ധൈര്യമാണ്, അത് പ്രിവിലേജാണ്, അത് പവർ കൊടുക്കുന്ന പൊസിഷനാണ്. അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരുത്തുമ്പോഴാണ് ഇവരുടെ വിശ്വരൂപം കാണിക്കുന്നത്. നമ്മുടെ നിയമപ്രകാരം ജനിക്കാത്ത കുട്ടിക്കും അവകാശമുണ്ട്. അൺബോൺ ചൈൽഡ് എന്താ നമ്മുടെ നിയമം പറയുന്നത്? നമ്മുടെ 89 to 92 BNS എടുത്തു കഴിഞ്ഞാൽ ഫീറ്റസ് എന്നല്ല, ഭ്രൂണം എന്നല്ല, അൺബോൺ ചൈൽഡ് എന്താ, ജനിക്കാത്ത കുട്ടി എന്നാ നിയമം പറയുന്നത്. ഹിന്ദു ഇൻഹെറിറ്റൻസ് നിയമപ്രകാരം ഗർഭത്തിലെ കുട്ടിക്ക് സ്വത്തവകാശം പോലും ഉണ്ട്. ആ കുട്ടിയുടെ ആദ്യത്തെ അവകാശം, ഏറ്റവും മൗലികമായിട്ടുള്ള അവകാശം ജനിക്കാനുള്ള അവകാശമാണ്. ഒരു ഗർഭം ഉണ്ടായിരുന്നു, ഒരു ഭ്രൂണം ഉണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ അറിയാം. അതിനെ പറ്റിയിട്ട് ആ കുട്ടിയുടെ അമ്മ തന്നെ സംസാരിക്കും, നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ കുട്ടി എവിടെ? അപ്പോൾ ഇയാളൊരു കേവലം ഒരു സെക്ഷൽ പ്രെഡേറ്റർ മാത്രമല്ല, ഇയാളൊരു സീരിയൽ ഫീറ്റസ് കില്ലറാണ്.
അജാത ശിശുക്കളുടെ ഘാതകരാണ്. അത്രയും ഗൗരവമായിട്ടുള്ള നിയമം 10 വർഷം തടവ് വിധിക്കുന്ന കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരാൾ ഇപ്പോഴും ഒരു പവർ പൊസിഷനിൽ ഇരിക്കുകയാണ്. അയാൾ പാലക്കാട്ട് MLA ആയിട്ട് എല്ലാ പ്രിവിലേജുകളോട് കൂടി എല്ലാ ഇമ്മ്യൂണിറ്റികളോട് കൂടി ഇരിക്കുകയാണ്. അയാളോട് രാജിവെച്ച് പുറത്തു പോകാൻ പറയാനുള്ള ആർജവം ഇപ്പോഴും കാണിക്കാത്ത ആൾക്കാർ മറ്റുള്ള പാർട്ടിയിലുള്ള ഈ കുറ്റകൃത്യങ്ങൾ എടുത്തുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യുന്നതിന് എന്ത് ന്യായമാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇന്ത്യൻ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഈ തപ്പ് ബനിയൻ സൈസ് എന്നല്ല, സ്മോൾ മീഡിയം ലാർജ്, എല്ലാ തെറ്റും തെറ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് കേട്ടുകേൾവി ഉള്ളത് കേട്ടുകേൾവി ഇല്ലാത്തത്, നമ്മൾ നിയമത്തിൽ കൊലപാതകങ്ങളെ പോലും റയറസ്റ്റ് ഓഫ് റയർ എന്നൊക്കെ തരംതിരിക്കാറുണ്ട്. ഇത് ഇന്ന് വരെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിലോ വന്നതിൽ വെച്ച് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, ക്രൂരമായിട്ടുള്ള ഒരു ഒഫൻസാണ്. ആ ഒഫൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആള് ഇപ്പോഴും ധാർഷ്ട്യത്തോടു കൂടി മാധ്യമങ്ങളെ സമീപിക്കുകയും ഞാൻ രാജിവെക്കില്ലെന്ന് പറയാൻ വേണ്ടി ഒരു പത്രസമ്മേളനം വിളിക്കാൻ തയ്യാറാണ്. അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് അങ്ങ് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അയാളുടെ ശബ്ദരേഖയുണ്ട്, അയാളുടെ ഭീഷണിയുണ്ട്. അപ്പുറത്ത് പെൺകുട്ടിയോട് സംസാരിക്കുന്നത് ഒന്നല്ല രണ്ടല്ല ഒരുപാട് ശബ്ദരേഖകൾ പുറത്തു വന്നിരിക്കുന്നു. പോലീസിന് സ്വമേധയാ കേസ് എടുക്കാമല്ലോ, FIR ഇടാമല്ലോ. തീർച്ചയായിട്ടും കോഗ്നിസബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്, പോലീസിന് സ്വമേധയാ കേസ് എടുക്കാം. അതാണ് സർക്കാരിന് ആ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കാൻ വേണമെങ്കിൽ സാധ്യമാകും. അതാണ് ഭരണകൂടം ഇനി ചെയ്യേണ്ടത്. ശ്രീകുമാർ, ഇപ്പോൾ സരിനും ശങ്കുട്ടിദാസും പറഞ്ഞത് കേട്ടല്ലോ. സരിൻ പറഞ്ഞത് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്, അത് താൻ തന്നെ നേതൃത്വത്തെ പല ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളതാണ് എന്ന്. അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ റിനിയുടെ വെളിപ്പെടുത്തലിലൂടെ കാര്യങ്ങൾ അറിയുന്നു, അല്ലെങ്കിൽ റിനി തനിക്ക് നേരിട്ട് നൽകിയ പരാതി അതിലാണ് താൻ അറിഞ്ഞതെന്നാണ് VD സതീശൻ പറഞ്ഞത്. അതിൽ ശാസിക്കുകയും ചെയ്തു രാഹുലിനെ എന്ന് പറയുന്നു. അതിലപ്പുറമുള്ള കാര്യങ്ങൾ പലതായി നടന്നിട്ടുണ്ട്, പലതും VD സതീശൻ എന്ന് മാത്രമല്ല പല നേതാക്കൾക്കും അറിയാമായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ആരൊക്കെയാണ് പ്രതിക്കൂട്ടിലാകുന്നത് ശ്രീകുമാർ? നോക്കൂ ശ്രീമതി സ്മൃതി, ഡോക്ടർ സരിൻ ഇപ്പോൾ CPM-കാരനാണ്. അദ്ദേഹം കോൺഗ്രസ്സിലുള്ള സമയത്ത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ അത് വിശ്വസിക്കട്ടെ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ ഞാനതിൽ പറയുന്നതിന് അർത്ഥമില്ല. കാരണം അദ്ദേഹം CPM-കാരനാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ ഇടപെടുന്നതിൽ ക്ഷമിക്കണം, ഒറ്റ കാര്യമുണ്ടല്ലോ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രതികരണങ്ങൾ നോക്കൂ. എത്ര പെൺകുട്ടികൾ അതിനോട് പ്രതികരിച്ചു. നേരത്തെ തന്നെ പല പെൺകുട്ടികളും ഈ സംഘടന വിട്ടുപോയി എന്ന അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞ ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് വിലപ്പെട്ടതാണല്ലോ. അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ മാറ്റിയില്ലേ കോൺഗ്രസ്? അതോടുകൂടി ആ പ്രശ്നം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ MLA കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ MLA കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സരിനൊരു കാര്യം ഇടയ്ക്ക് സ്മൃതി പറഞ്ഞു, കോൺഗ്രസിൻ്റെ വക്താക്കളൊക്കെ ആരും പോകുന്നില്ലെന്ന്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇന്നടക്കം കോൺഗ്രസിൻ്റെ വക്താക്കളാണ് വിവിധ ചാനലുകളിൽ പോകുന്നത്. റിപ്പോർട്ടർ ചാനലും കോൺഗ്രസും തമ്മിലൊരു ആശയപരമായ ഭിന്നതയുണ്ട്, അതുകൊണ്ടാണ് അവിടേക്ക് വരാത്തത്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, സ്മൃതി വിശദീകരിച്ചു. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ MLA എന്ന നിലയ്ക്ക് അദ്ദേഹം രാജിവെക്കുന്നില്ല എന്നതിലാണ് ഇപ്പോൾ CPM-ന് തർക്കമുള്ളത്. BJP-ക്കും ഗോവിന്ദ മാഷ് ആദ്യം പറഞ്ഞത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് രാജിവെക്കണമെന്നാണ്. അപ്പോൾ അത് നിലപാടൊന്നും മാറിപ്പോയി അവരുടെ. ഈ MLA സ്ഥാനം രാജിവെക്കാൻ CPM-നും BJP-ക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാകണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പീരുമേടും പാലക്കാട്ടും പെട്ടെന്ന് ചിലപ്പോൾ ഇലക്ഷൻ നടത്തിയെന്ന് ഒരു 9 മാസം ഉണ്ട്. 6 മാസം ഉണ്ടെങ്കിലല്ലേ നടത്താതിരിക്കാൻ പറ്റുള്ളൂ. 9 മാസമുണ്ട്. ഇനി ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് നടത്തി കഴിഞ്ഞാൽ CPM ഇപ്പോൾ പാലക്കാട്ട് 3-ാം സ്ഥാനത്താണ്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിലമ്പൂർ കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇവർക്ക് അതിൻ്റെ മറവിൽ, അവിടെയാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്ത് എന്ന MLA-യുടെ മറവിൽ ഇവർ ആക്രമിക്കുന്ന കോൺഗ്രസിനെയും VD സതീശിനെയും ഷാഫി പറമ്പിലിനെയാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സണ്ണി ജോസഫിനെ അല്ല ആക്രമിക്കുന്നത്, ഷാഫി പറമ്പിലിനെയും VD സതീശിനെ ആക്രമിക്കുകയാണ്. കാരണം എന്താണ്, കുറച്ചു കാലമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവന്ന കാര്യമുണ്ട്. അതൊരു യുവജന കൂട്ടായ്മ, ഒരു പുതിയ നേതൃത്വം, ചടുലമായ നേതൃത്വം എന്നൊക്കെ. അപ്പോൾ അതിൽ പെട്ടൊരാളാണ് ഈ 2 പേരും. സണ്ണി ജോസഫ് ഇപ്പോഴാണല്ലോ KPC പ്രസിഡൻ്റായത്. അപ്പോൾ ഇവർക്ക് നേരെ ഇപ്പം കുന്തമനെ തിരിച്ചു വിട്ടപ്പോഴാണ് കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുന്നത്. കോൺഗ്രസിൻ്റെ ആവശ്യമല്ലേ? ഇപ്പോൾ ഡോക്ടർ സരിൻ കോൺഗ്രസിൽ ഇരിക്കുന്ന സമയത്ത് CPM-ലുണ്ടായ ഒരുപാട് പീഡന കഥകളുണ്ടല്ലോ. അത് അന്ന് സരിൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്?
അത് കാലം മാറുമ്പോൾ അത് മാറുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഇന്നിത് പറയുമ്പോൾ ഞാൻ എന്നും പത്രപ്രവർത്തകനായതുകൊണ്ട് എനിക്കത് മാറ്റാൻ പറ്റില്ല. പക്ഷേ സരിനത് മാറ്റേണ്ടി വരും. ഞാനതൊക്കെ കുറ്റം പറയില്ല, കാരണം അത് രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, കുറ്റം പറയല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ ഒരു കാര്യം സ്മൃതി ഇടപെട്ടു. വനിതാ കമ്മീഷൻ്റെ കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുക്കുന്നത് അത് എന്തുകൊണ്ടാണ് കേസെടുത്തതെന്നുള്ള സ്റ്റേറ്റിൻ്റെ ഒരു അധികാരവും ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? ആ കമ്മിറ്റിക്ക് ഈ ഗവൺമെൻറ്റല്ലേ സ്ത്രീകളുടെ കാര്യത്തിൽ ആ കമ്മിറ്റി വൈസ് എന്ത് സംഭവിച്ചു? പോട്ടെ, അതൊക്കെ പോട്ടെ. അനുപമ എന്ന പെൺകുട്ടി ഒരു അമ്മയുടെ കുഞ്ഞിനെ എടുത്ത് ദത്തെടുത്ത കാര്യത്തെക്കുറിച്ചുള്ള തർക്കം വന്നില്ലേ? മിനിയാന്ന് 4 ദിവസം മുമ്പ് സമാപിച്ച സാഹിത്യ അക്കാദമിയിലെ അന്നത്തെ ശിശുക്ഷേമ സമിതി ചെയർമാനായിരുന്ന ഷിജു ഖാൻ്റെ ഒരു സെഷൻ അക്കാദമിക്ക് റദ്ദാക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? CPM-ൻ്റെ നയമില്ലായ്മയല്ല, നീതിബോധമില്ലായ്മ. ഒരു കാര്യത്തിൽ ഞാൻ സ്മൃതിയോട് ചോദിക്കാനാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ CPM നീതിബോധം കാണിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞാൽ മതി. അവർ ഭരണകൂടമല്ലേ, ഒരു കാര്യത്തിലെങ്കിലും പറ, ഒരൊറ്റ കാര്യത്തിൽ പറഞ്ഞാൽ മതി നീതിബോധം കാണിച്ചത്. കോൺഗ്രസ് നീതിബോധം കാണിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപക്ഷെ ചരിത്രം തൊട്ടേ അതിന് തുടങ്ങേണ്ടി കഴിഞ്ഞാൽ അതിലേക്ക് മുതിരുന്നില്ല. ഇവിടെ എന്താണ് കോൺഗ്രസ് കാണിച്ച നീതിബോധം? ആ സംഘടനാപരമായ നടപടിയെടുത്തു. MLA എന്നുള്ള നടപടി എടുക്കേണ്ട ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റേതായ ചില ഘടനാപരമായ ചില കാര്യങ്ങൾ, അത് ശരിക്കും അറിയാവുന്ന കാര്യമാണ്. ആ കാര്യം പരാതിക്കാരനെ കേൾക്കുക, ആരോപണ വിധേയനെ കേൾക്കുക, UDF-നെ ചർച്ച ചെയ്യുക, അതിനുശേഷം തീരുമാനമെടുക്കുക. തീരുമാനം MLA സ്ഥാനം രാജിവെക്കണോ വെക്കേണ്ടതെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയല്ല, അത് കോൺഗ്രസ് ആണ്, UDF ആണ്. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അപ്പുറത്ത് അങ്ങനെയാണോ? എന്തുകൊണ്ടാണ് അപ്പുറത്ത് അങ്ങനെ എന്ന് ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ്? അവരിവിടെ നീതിബോധം പഠിപ്പിക്കാൻ വരുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് അവർ നീതിബോധം പഠിപ്പിക്കാതിരുന്നാൽ മതി. ഇന്ന് ശ്രീ സരിൻ്റെ പാർട്ടിയിൽപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഒരു കാര്യം പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിവാദ വിഷയമായ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സ്ത്രീ കുറേ പേരുടെ പേര് പുറത്ത് വിട്ടിട്ടുണ്ട്, ഇന്ന് ആ സ്ത്രീക്ക് സുഖമില്ലാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദ്വയാർത്ഥത്തിൽ അദ്ദേഹം ഒരു ദ്വയാർത്ഥമല്ല, ഒരു പരോക്ഷമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കളെ അപഹസിക്കുന്നതിൽ സംസാരിച്ചു. ഇതുപോലെ സ്വപ്ന സുരേഷ് 3-4 CPM നേതാക്കളുടെ പേര് പറഞ്ഞില്ലേ? അപ്പോൾ അതെന്താ ശിവൻകുട്ടി മറന്നത് എന്നൊരു ചോദ്യം കോൺഗ്രസിന് തിരിച്ചു ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കുമ്പോൾ ന്യായീകരിക്കുക എന്നാ പറയുക. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ് നമ്മളിവിടെ. ഇതിലത്തെ പൈങ്കിളി കഥകളിലൊക്കെ ഒന്നും എനിക്ക് പോകാൻ ഇഷ്ടമില്ല. എൻ്റെ സ്മൃതി, ഞാൻ ഉള്ള കാര്യം ആദ്യമേ തന്നെ നമ്മളാരും പൈങ്കിളി കഥ ചർച്ച ചെയ്തില്ലല്ലോ. നമ്മൾ അതിൽ ഓരോ വരിയും എടുത്ത് വായിച്ച് അത് കേട്ട് കുറച്ചെങ്കിലും അത് കേട്ട് പുളകിതരാകുന്നവരും ഉണ്ടാകും. അങ്ങനെയുള്ള താല്പര്യമുള്ള ആളുകളും ഉണ്ടാകുമല്ലോ. അവർ കൂടി ചേർന്നാണല്ലോ ഇപ്പോൾ ഈ ലോകം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പിന്തുണ ഈ പറയുന്ന ഈ ആരോപണ വിധേയന വലിയ തോതിൽ കിട്ടുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തു. അതിലെ വാചകങ്ങൾ എടുത്തു പറഞ്ഞു. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം മാത്രമാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല. ഞാനിതിൻ്റെ അത് പറഞ്ഞ സ്മൃതിയുടെ തെറ്റിദ്ധാരണ കൊണ്ട് മാറിപ്പോയതാണ്. അത് ഞാൻ പറഞ്ഞത് ഇവിടെ മറ്റ് പാനലിസ്റ്റുകളാണെങ്കിലും ആരായാലും അവർ പ്രയോഗിക്കുന്നതിൻ്റെ ഭാഷകളൊക്കെ ഉണ്ടല്ലോ, ചില ചാനൽ ചർച്ചകളിലൊക്കെ കോഴി എന്നുള്ള രീതിയിലൊക്കെ ഇതിൻ്റെ ഗൗരവം കുറയ്ക്കുകയല്ലേ. ഞാൻ പറയുന്നത് ഇതിലൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. എല്ലാത്തിലും രാഷ്ട്രീയമാണല്ലോ സ്മൃതി അന്തിമമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു ദിവസം KPCC ഒരു രാഷ്ട്രീയ നേതാവിന്റെ ധാർമ്മികതയെക്കുറിച്ചാണ് ചോദിക്കുന്നത്, ഒരു ജനപ്രതിനിധിയുടെ ധാർമ്മികതയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അതാ പറഞ്ഞ ആ ധാർമ്മികത. 2 കാര്യമുണ്ട്. ഒന്ന്, ആ വ്യക്തിക്കൊരു തീരുമാനിക്കാം, ഞാൻ ഈ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ തെറ്റാണോ ആ വ്യക്തിക്ക് തീരുമാനിക്കാം. അത് അദ്ദേഹത്തിൻ്റെതായ നൈതികത. രണ്ടാമത്തെ കാര്യം എന്താണ്? ആ പാർട്ടിക്ക് പറയാം നിങ്ങൾ ഇന്ന തെറ്റ് ചെയ്യുന്ന ആക്ഷേപമുണ്ട്, നിങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ എന്ന ചോദ്യം കോൺഗ്രസിനെ തിരിഞ്ഞു കുത്തും ശ്രീ N. ശ്രീകുമാർ. കാരണം ആ വ്യക്തി രാഹുൽ മാങ്കുട്ടത്തിൽ പറയുന്നത് ഞാൻ സ്വമേധയാ രാജിവെച്ചു എന്നുള്ളതാണ്. പാർട്ടിയിലെ മറ്റ് നേതാക്കൾക്ക് എൻ്റെ വിഷയം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഞാനിതാ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ പാർട്ടി പറഞ്ഞിട്ട് രാജി എന്നല്ല. പാർട്ടിയിലെ നേതാക്കളും ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് രാജി എന്ന് പറയുന്നില്ല. അത് എങ്ങനെയായാലും രാജി വെച്ചല്ലോ എന്നാണ് VD സതീശൻ അതിനോട് പ്രതികരിച്ചത്. എങ്ങനെയാണ് ആ രാജി വന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനും വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ സ്മൃതി ഒരു കാര്യം പറയാം. ഞാൻ വ്യക്തമായ മറുപടി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ തന്നെ ചർച്ചകൾ മാത്രം. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കോൺഗ്രസിൻ്റെ വക്താവാണെങ്കിലും കോൺഗ്രസിനെ കുറിച്ച് നന്നായി അറിയുന്ന, പഠിക്കുന്ന, ബന്ധമുള്ള ഒരു പത്രപ്രവർത്തകനാണ് സ്മൃതി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും VD സതീശനാണ്. നാളെ ഏതെങ്കിലും ഒരു തീരുമാനം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും VD സതീശനാണ്. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് CPM-ഉം BJP-യും ലക്ഷ്യം വെക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവിനെയാണ്. അതുകൊണ്ടാണ്
ഈ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ ഇല്ലാതാക്കുന്നു, നിലമ്പൂർ ഇല്ലാതാക്കി, തൃക്കാക്കര ഇല്ലാതാക്കി, പാലക്കാട് ഇല്ലാതാക്കി, പുതുപ്പള്ളി ഇല്ലാതാക്കി, അതുകൊണ്ട് ഇനി വെച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ള രാഷ്ട്രീയം അവർ കാണിക്കുന്നത് കൊണ്ടാണ്. അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് ഇപ്പം മാർച്ച് എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചത്. മറ്റ് CPM MLA-മാർക്കെതിരെ ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും CPM ഓഫീസിലേക്കും ഏത് UDF ഏത് കോൺഗ്രസ് പ്രകടനം നടത്തിയത്? ഇവർക്ക് ഉത്തരവുണ്ടോ? അതാ പറഞ്ഞത്, നൈതികത പറയുന്നവർ ഒരു നീതിബോധത്തിൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിട്ട് വേണം പറയാനാണ്. ഡോക്ടർ പി സരിൻ, താങ്കൾക്ക് മറുപടി നൽകാം. ശ്രീ എൻ ശ്രീകുമാർ അങ്ങയോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പ്രതികരണം മാത്രമാണ്. ധാർമ്മികതയിൽ ഊന്നിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളും ധാർമ്മികമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന്. മറുപടി. സ്മൃതി, ഇവിടെ കോൺഗ്രസിൻ്റെ MLA എന്നുള്ള രീതിയിൽ അദ്ദേഹം കോൺഗ്രസിനെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു പൊതുസ്വത്താണ്, പാലക്കാടിൻ്റെ MLA ആണ്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് ശല്യം മാത്രമാണോ അതോ ഒരു പൊതുശല്യം കൂടിയായി തീർന്നിട്ടുണ്ടോ എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ പ്രിഡേറ്ററി ഇൻസ്റ്റിങ്സ് കാണിച്ചിരുന്നത് കോൺഗ്രസിനകത്തായിരുന്നു എന്നും ഞങ്ങൾക്കില്ലാത്ത പരാതി നിങ്ങൾക്ക് എന്താണ് എന്നുമുള്ള ഒരു തരത്തിലുള്ള സ്വയം പരിഹാസ്യരാകുന്ന ചോദ്യമാണ് അവരെ ഇതുവരെയും നയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലെ പരാതികളെയെല്ലാം അവർ കേട്ടില്ലെന്ന് നടിക്കുകയും അങ്ങനെ കേൾക്കാത്ത പരാതികളുടെ പേരിൽ നടപടി എടുത്തില്ല എന്ന് വരുത്തി തീർക്കാനും അവർക്ക് സാധിച്ചു. പക്ഷേ അതേ കോൺഗ്രസ്സിലെ സ്ത്രീകളായിട്ടുള്ള പ്രവർത്തകർ ഈ സംഭവങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വരികയും ഒരുപക്ഷെ ഒരു മാധ്യമ പ്രവർത്തകയും എതിർ രാഷ്ട്രീയത്തിലുള്ള മറ്റൊരു എഴുത്തുകാരിയും ഒക്കെ ഈ വിഷയത്തിലേക്ക് സമാനമായ കാര്യങ്ങൾ ഞങ്ങളിലേക്കും കൂടി അനുഭവമായി വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രിഡേറ്ററി ഇൻസ്റ്റിങ്ക്സ് ഒരു കോൺഗ്രസ് ശല്യമായിട്ട് മാത്രമല്ല, കാരണം അദ്ദേഹത്തിൻ്റെ നൈതിക ബോധം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇരയാക്കേണ്ടവർ ആരാണ് എന്നുള്ളതിൻ്റെ പാറ്റേണിനെയൊക്കെ അദ്ദേഹം തന്നെ എന്നോ ഭേദിച്ചു കഴിഞ്ഞ് കാണുന്നവരോട് മുഴുവൻ അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള നില, ആ വൈകൃതത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്യാൻ മാത്രമല്ല അദ്ദേഹത്തിന് മടിയില്ലാത്തത്, പകരം ചെയ്ത തെറ്റ് മറച്ചുവെക്കാനും മടിയില്ലാത്തതിൻ്റെ ഏതറ്റം വരെയും പോകുന്നതിൻ്റെ സാധ്യതകളെ, സാഹചര്യങ്ങളെയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത്. അത് ഒരു കൊലപാതകത്തിൽ വരെ കലാശിക്കാവുന്ന വിധത്തിലേക്കുള്ള സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയാണ് നമ്മൾ ഇന്ന് കേട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശാരീരികമായി ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തുക, ഒരുപക്ഷെ സെയിം സെക്സ് ഒഫൻസ് ചെയ്യുക, തേർഡ് ജെൻഡറുമായി ബന്ധപ്പെട്ട് അതേ കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുക എന്നുള്ളതിൻ്റെ ഒരു അതിർവരമ്പുകളും ഇല്ലാത്ത ഒരേ മനുഷ്യൻ അത് സ്വന്തം പാർട്ടിയിൽ ഇത്രയും കാലം ചോദിക്കാനും പറയാനും ആളില്ലാത്ത വിധം ചെയ്യുമ്പോൾ സംരക്ഷിച്ച് നിർത്തിയതും ഈ പറഞ്ഞ നടപടിയെടുത്ത അതേ പ്രതിപക്ഷ നേതാവ് എന്ന് അവകാശപ്പെടുന്ന ആളാണ്. ഇദ്ദേഹത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിച്ചത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ, അദ്ദേഹത്തിന് ഇനി നാളെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ നിർബന്ധിക്കുന്നത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ, അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന് കൂട്ടുനിന്നതിന്റെ ഉത്തരവാദിത്വവും ഇതേ പ്രതിപക്ഷ നേതാവിൽ തന്നെ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ്. അദ്ദേഹം CPM-നെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ടറൽ സാധ്യതകളിലേക്ക് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ള വാദമോ CPM-നെ അങ്ങനെ ഇല്ലാതെയാക്കാനുള്ളതിന്റെ പേടി കൊണ്ട് CPM ഈ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതല്ല, പകരം കോൺഗ്രസിനെ തന്നെ ഇല്ലാതെയാക്കി ഇത്രയും വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് അദ്ദേഹം കോൺഗ്രസിനെ സമാനതകളില്ലാത്ത വീഴ്ചയിലേക്ക്, സമാനതകളില്ലാത്ത വിധം കൂപ്പുകുത്തുന്നതിലേക്ക് എത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെതായ കോക്കസിനെ ഒരു ക്രൈം സിൻഡിക്കേറ്റിനെ ഉണ്ടാക്കിയെടുത്തത് എന്നാണ് ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുകയാണ്. ഈ കോൺഗ്രസ് കാണിക്കുന്ന ഏത് മാതൃകയാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ടത്? ഈ നേരത്തെ സൂചിപ്പിച്ച പ്രതിപക്ഷ നേതാവിന്റെ മാതൃകയോ അതോ ഇപ്പോഴും കോൺഗ്രസ്സുകാരനും കോൺഗ്രസിന്റെ കൈപ്പത്തിരി ചിഹ്നത്തിൽ ജയിച്ച MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മാതൃകയോ അതോ അദ്ദേഹത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യുകയും ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് പോയി ഈ കുറ്റങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടും അവിടെ പോയി എന്നും എന്നാൽ മിനിറ്റിന് റീൽ ഇടുന്നതിന്റെ ആള് അവിടെ പോയതിന്റെ തെളിവായിട്ട് ആ രാഹുൽ ഗാന്ധിയുടെ കൂടെ നടന്നതിന്റെ തെളിവായിട്ട് ഒരു റീല് പോലും ഇടാൻ ഇതുവരെയും ധൈര്യപ്പെട്ടിട്ട് പോലുമില്ല. കാരണം ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങളെ ഭയക്കുന്ന ഷാഫി പറമ്പിലിന്റെ മാതൃകയാണോ അതോ പാലക്കാടിന്റെ MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ കാണിച്ച വസ്ത്രത്തിന്റെ നീളവും അവരുടെ നഗ്നതാ പ്രദർശനവും ഒക്കെ എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള മാതൃകയാണോ അതോ ഞാൻ പറഞ്ഞു ബീഹാറിൽ അദ്ദേഹം സ്വയം അഭിരമിച്ചിരുന്ന ആ ഞാൻ പറഞ്ഞത് എന്ത് സ്മൃതി വെറുതെ എന്തിനാ വളച്ചൊടിക്കുന്നത്? സ്മൃതി ആർക്കു വേണ്ടിയാണിത്? സ്വന്തം വാളിൽ റീലിടുന്നതിന്റെ സംസ്കാരത്തിലൂടെ കോൺഗ്രസിന്റെ അധികാര സ്ഥാനങ്ങളും സ്വീകാര്യതയും വെട്ടിപ്പിടിക്കുന്നതിന്റെ ശൈലി പിന്തുടരുന്ന ഒരാൾക്ക് 3 ദിവസമായിട്ടും 2 ദിവസമായിട്ടും ആ യാത്രയിൽ പങ്കെടുത്തതിന്റെ ക്ലെയിം സ്വയം ഇത്രയും മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയാനുള്ള ആർജവം പോലുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇവരിലെ ഏത് മാതൃക എന്നുള്ളതിന്റെ ആ നീളൻ പട്ടികയാണ്. ഏറ്റവും
പേടിപ്പിക്കുന്ന മാതൃക കോൺഗ്രസിന്റെ സൈബർ ഇടത്തിലെ വെട്ടുകിളിക്കൂട്ടങ്ങളുടേതാണ്. അവർ നടത്തുന്ന ആക്രമണത്തിന്റെ രീതി, ഈ സൈബർ ഇടത്തിലെ വെട്ടുകിളിക്കൂട്ടങ്ങൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. ഡോക്ടർ പി സരിൻ, അതിൽ ആരും മോശമല്ല. ഡോക്ടർ പി സരിൻ, ഈ വെട്ടുകിളിക്കൂട്ടത്തിന്റെ കാര്യത്തിൽ ആരും മോശമല്ല. ഡോക്ടർ പി സരിൻ, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ കൂടി ഒന്ന് പരിശോധിക്കൂ. ആർക്കൊക്കെ എതിരെയാണ്, ഏതൊക്കെ രൂപത്തിലാണ്, എത്ര വഷളത്തരമാണ് വിളിച്ചു പോകുന്നതെന്ന് അങ്ങ് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ വെട്ടുകിളിക്കൂട്ടത്തിന് വേണ്ട കാര്യം മാത്രം അങ്ങ് പറയണ്ട. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാതൃകയാണോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാതൃകയല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വേണുഗോപാലിന്റെ മാതൃകയാണോ? അല്ല, മാതൃക എന്ന് പറഞ്ഞത് രാജിവെച്ച് മാതൃക കാട്ടുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. താങ്കൾ ചോദ്യത്തെ അവസാന നിമിഷം വളച്ചൊടിക്കേണ്ട സരിൻ. അല്ല, രാജിവെക്കുകയാണെങ്കിൽ സമാനമായി CPM-ഉം അക്കാര്യത്തിൽ നടപടിയെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ശരി, ശങ്കുട്ടി ദാസ്, ഇതിപ്പോൾ ആരോപണം ഉന്നയിച്ചവരുണ്ട്, അതായത് വെളിപ്പെടുത്തലുകൾ നടത്തിയവരുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ചില രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളവരും പ്രതികരിച്ചിട്ടുണ്ട്. അവർക്കുണ്ടായിരിക്കുന്ന അങ്ങനെയുള്ള അനുഭവമല്ലെങ്കിലും ഈ തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പൊതു ഇടത്തിൽ പോയി നിന്ന് ഈ സ്ത്രീകളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ആ എഴുത്തുകാരി വിശദീകരിച്ചത്. അതൊരു പ്രവണതയാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമുള്ള പ്രവണതയായിട്ടൊന്നും കാണാൻ പറ്റില്ല. അത് പുരുഷന്മാർക്കിടയിൽ ഒരു പ്രവണതയാണ്. സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെക്കുറിച്ച് വഷളത്തരം പറഞ്ഞ് ഒരു കമ്പനിയിലിരുന്ന് വൃത്തികേട് പറയുക എന്നത് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം വിഷയമല്ല. അതിൽ സൈബർ ആക്രമണത്തിന് പരാതി, അതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന സൈബർ ആക്രമണത്തിൽ പരാതി കൊടുത്തിരിക്കുന്നു, അതിൽ നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നു. എത്ര സൈബർ ആക്രമണങ്ങളുടെ പരാതികൾ ഈ സർക്കാരിന്റെ ഭരണത്തിരിക്കുന്നുണ്ട്? എത്ര നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന ചോദ്യം കൂടി എവിടെയുണ്ട്? ഒരു കാര്യത്തിലും നടപടി ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണോ വിഷയം, പ്രതിപക്ഷ നേതാവാണോ വിഷയം, ഷാഫി പറമ്പിലാണോ വിഷയം? ഇത് മൂവരെയും ഒരുപോലെ ഉന്നയിക്കാൻ, ഒരുപോലെ അവരെ കുറ്റപ്പെടുത്താവുന്ന ഒരു വിഷയമാണോ അങ്ങയെ സംബന്ധിച്ച്, അങ്ങയുടെ പാർട്ടിയെ സംബന്ധിച്ച്? അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനലിനെതിരെയാണോ? നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്നതല്ല. അതാണല്ലോ അവിടുത്തെ പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ക്രിമിനലിന് അയാളുടെ എല്ലാ ക്രിമിനാലിറ്റിയും പുറത്തെടുക്കാൻ, അയാളുടെ എല്ലാ പ്രിഡേറ്ററി ഇൻസ്റ്റിങ്സും പുറത്തെടുക്കാനുള്ള അവസരവും അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളുകൾക്ക് കൂടി ആ കുറ്റകൃത്യത്തിൽ ധാർമ്മികമായിട്ടുള്ള ഒരു ഭാഗികമായിട്ടെങ്കിലുമുള്ള പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ ആരാണ് ബാധിക്കപ്പെടുന്നത്? പാലക്കാട്ട് ജനങ്ങളാണ് ബാധിക്കപ്പെടുന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇനി 9 മാസം തെരഞ്ഞെടുപ്പിനുണ്ടെന്ന് ശ്രീകുമാർ പറഞ്ഞല്ലോ. ഈ 9 മാസത്തിനിടയിൽ പാലക്കാട്ട് ജനങ്ങൾക്ക് MLA-യുമായി ബന്ധപ്പെട്ട് നടത്തിയെടുക്കേണ്ട ഒരു ആവശ്യം വന്നാൽ, പാലക്കാട് 50% വോട്ടർമാർ സ്ത്രീകളാണ്. അവരെന്ത് ധൈര്യത്തിലാണ് ഈ MLA-യുടെ അടുത്ത് പോകേണ്ടത്? ഈ സ്ത്രീകളുടെ കാര്യം പോട്ടെ, പുരുഷന്മാരുടെ കാര്യത്തിൽ, ട്രാൻസ്ജെൻഡർമാരുടെ കാര്യത്തിൽ പോലും എന്ത് ധൈര്യത്തിലാണ് MLA-യുടെ അടുത്തേക്ക് പോകേണ്ടത്? ഇങ്ങനെ ഒരാൾക്ക് അവിടെ MLA ആയി തുടരാനുള്ള അധികാരമുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന പോലെ ഒരു മോശം സ്വഭാവമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ രാജിവെക്കില്ലെന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ മുഴുവൻ വെല്ലുവിളിച്ചിരിക്കാൻ പറ്റുമോ? ഇയാൾ അവിടെ കൊണ്ട് അവരോധിച്ചിട്ടുള്ള ആളുകളില്ലേ? ഇയാളെ MLA സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച, അയാളെ ഫീൽഡ് ചെയ്ത, അയാൾക്ക് വേണ്ടി പ്രചരണം നടത്തിയ, അയാളെ വിജയിപ്പിച്ചെടുത്തുള്ള ഒരു മെക്കാനിസം ഇല്ലേ? അവർക്ക് ഇയാളുടെ രാജിവെച്ച് ഇറങ്ങി പോകാൻ പറയേണ്ട ഉത്തരവാദിത്വമില്ലേ? അത് ചെയ്യാതിരിക്കുന്നിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വരുന്ന ആരോപണത്തിൻ്റെ ഒരു പങ്ക് ഇവരെല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ ഒഴിവാക്കാൻ സാധിക്കില്ല അത്. ശരി, അവസാനമായി ശ്രീകുമാർ, ഇപ്പോൾ കേസെടുക്കാം, പോലീസിന് സ്വമേധയാ തന്നെ കേസെടുക്കാം, FIR ഇടാം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ വനിതാ കമ്മീഷനും DGP-യോട് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നു പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ. അപ്പോൾ പരാതിയുണ്ടോ, കേസുണ്ടോ എന്ന ചോദ്യത്തിന് അതാ കേസുണ്ട്, പരാതിയുണ്ട് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ഇനി എന്തിനാണ് താമസിക്കുന്നത്? എപ്പോഴാണ് ആ മുഹൂർത്തം? അല്ല, കേസുണ്ടോ പരാതിയുണ്ടോ എന്ന് ചോദിച്ചാൽ കേസ് എടുത്തിട്ടുണ്ട്, ശരി തന്നെയാണ്. ആ കേസ് വളരെ സത്യസന്ധമായി അവർ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം വനിതാ കമ്മീഷൻ്റെ മുൻ അധ്യക്ഷ പറഞ്ഞത് അവരുടെ പാർട്ടി കോടതിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്റ്റേറ്റിന് കേസെടുക്കാം. സ്റ്റേറ്റ് കേസെടുത്ത് സത്യസന്ധമായി മുന്നോട്ട് പോകണം. ഈ വക പ്രശ്നത്തിൽപ്പെട്ട എല്ലാവർക്കുമെതിരെ ഒരേ നിലപാടെടുക്കണം. കോൺഗ്രസ്സുകാരായ ആളുകളുടെ മാത്രമല്ല, മറ്റെല്ലാ പാർട്ടികളിലും പെട്ട ഇങ്ങനെയുള്ള ആക്ഷേപമുള്ളവരുടെ കാര്യത്തിൽ ഒരേ നിലപാട് സ്റ്റേറ്റ് എടുക്കുമ്പോഴാണ് അതിന് നീതിബോധം ഉണ്ടാവുക. രാഷ്ട്രീയ നേതാവ് അങ്ങ് തന്നെ പറയുന്ന സമാനതകളില്ലാത്ത കേസാണ് ഇത്. ഇതുവരെ കേരളം കണ്ടിട്ടുള്ള കേസുകൾ ഒരു പരാതി, ആ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു പരാതിക്കാരി ആ രൂപത്തിലാണ് കണ്ടിട്ടുള്ളത്. ഇത് ഒരാൾക്കെതിരെ ഒന്നിലധികം പരാതികൾ ഒരേ രൂപത്തിൽ പുറത്തേക്ക് വരുന്നു. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് അയാളുണ്ട് എന്നുള്ള കാര്യം അയാൾക്ക് തന്നെ നിഷേധിക്കാൻ പറ്റുന്നില്ല.
അയാൾ പരാതിയുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഞാനല്ല അത് എന്ന് പറയാൻ ഒരിടത്തും പറ്റുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പാണ്. അത് നിഷേധിക്കാൻ കഴിയില്ല. ആ സത്യം ഇവിടെ കേരളത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അതിനെ ആ ഗൗരവത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടി എടുത്തിട്ടില്ല എങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വളരെ നന്ദി ഡോക്ടർ പി സരിൻ, ശ്രീ എൻ ശ്രീകുമാർ, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.